ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കൈനെക്സ്. മക്കളെ, പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. ആ കെമിക്കൽ ബോണ്ടിങ്ങിലെ മുഴുവൻ കോൺസെപ്റ്റുകളും 3 ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ പോവാണ്. വളരെ കുറഞ്ഞ സമയം, 10 മിനിറ്റിൽ താഴെ മതി സമയം. 3 ട്രിക്കിലൂടെ ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കാം. ഓക്കെ, നമ്മൾ അതിലെ ആദ്യത്തെ കോൺസെപ്റ്റ് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഹൈബ്രിഡൈസേഷനും VSEPR തിയറിയും പഠിക്കാനുള്ള ട്രിക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. 2 എന്ന് കണ്ടാൽ ഹൈബ്രിഡൈസേഷൻ SP ആണെന്ന് ഓർമ്മിക്കുക, SP. 3 കണ്ടാൽ ഹൈബ്രിഡൈസേഷൻ SP2 ആണെന്ന് ഓർമ്മിക്കുക, SP2. 4 കണ്ടാൽ SP3. 5 ആണെങ്കിൽ SP3D, ഇത് ഓർമ്മിച്ച് വെക്കുക. 5 ആണെങ്കിൽ SP3D. 6 ആണെങ്കിൽ SP3D2 ആണ്. യെസ്. 7 ആണെങ്കിലോ SP3D3 ആണ്. ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 2 ആണെങ്കിൽ SP ആണ്, 3 ആണെങ്കിൽ SP2 ആണ്, 4 ആണെങ്കിൽ SP3 ആണ്, 5 ആണെങ്കിൽ SP3D ആണ്, 6 ആണെങ്കിൽ SP3D3 ആണ്. ഫോർ എക്സാമ്പിൾ, മക്കളോട് ചോദിക്കുക ബോറോൺ ട്രൈഫ്ലൂറൈഡിന്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും എന്താണെന്ന് ചോദിക്കുക. BF3. ഹൈബ്രിഡൈസേഷനും ഷേപ്പും എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. അറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര എന്ന് വെച്ചാൽ 2,3 ആണ്. വാലൻസിലെ 3 ഇലക്ട്രോൺ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ബോറോൺ എഴുതുക. ബോറോൺ വാലൻസിലെ 3 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തു. 3 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തു. എത്ര ഫ്ലൂറിൻ ഉണ്ട്? ബോറോണിന്റെ കൂടെ 3 ഫ്ലൂറിൻ ഉണ്ട്. ഒരു ഫ്ലൂറിൻ അല്ലേ? അപ്പൊ ഇത് ബോണ്ട് പെയർ ആണ്. ഇത് ബോണ്ട് പെയർ. എത്ര പെയറാ? 3 ബോണ്ട് പെയർ. 3 എന്ന് കണ്ടാൽ, ടോട്ടൽ പെയർ 3 എന്ന് കണ്ടാൽ ഇവിടെ നമ്മൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ SP2. 3 എന്ന് കണ്ടാൽ ഹൈബ്രിഡൈസേഷൻ SP2 ആണ്. ഒന്നും ചിന്തിക്കണ്ട. ടോട്ടലി ഇലക്ട്രോൺ പെയറിനെ കൗണ്ട് ചെയ്യുക. അത് ബോണ്ട് പെയർ ആവാം, ലോൺ പെയർ ആവാം. 3 കണ്ടാൽ SP2. ഷേപ്പ് എല്ലാം VSEPR തിയറി പ്രകാരം ഷേപ്പ് എന്താ? ട്രയോഗോണൽ പ്ലാനാർ. റെഡി അല്ലേ? യെസ്. വേറെ മോളിക്യൂൾ ചെയ്ത് നോക്കാം. ഇപ്പൊ അമോണിയ ചെയ്യാം. അമോണിയ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണെന്ന് അറിയാം. അറ്റോമിക് നമ്പർ 7 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 ആണെന്ന് അറിയാം അല്ലെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 ആണ്. സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 ആണ്. നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആ. 1 2 3 4 5 ഇലക്ട്രോൺസ്. എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. ഒരു ഹൈഡ്രജൻ 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. ഇത് ബോണ്ട് പെയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലോൺ പെയർ. ടോട്ടലി 4 പെയർ ആണ്. 4 പെയർ ആണെങ്കിൽ നമുക്കറിയാം, 4 പെയർ ആണെങ്കിൽ എന്താ ഹൈബ്രിഡൈസേഷൻ? 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3 ആണ്. റെഡി അല്ലേ? 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3 ആണ്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും വന്നാൽ VSEPR തിയറി പ്രകാരം ഷേപ്പ് ട്രയോഗോണൽ പിരമിഡൽ. എന്താ പറയാ? ട്രയോഗോണൽ പിരമിഡൽ ഷേപ്പ് ആണ്. ട്രയോഗോണൽ പിരമിഡൽ ഷേപ്പ്. യെസ്. വൺ മോർ എക്സാമ്പിൾ. അപ്പൊ 2 കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചേ. ഹൈബ്രിഡൈസേഷനും പഠിച്ചു, VSEPR തിയറിയും പഠിച്ചു. അടുത്ത കോൺസെപ്റ്റ് വാട്ടർ മോളിക്യൂൾ. സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6 ആണ്. ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ എഴുതുക. 4 5 6 എഴുതുക. എത്ര ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? 2 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. 2 ഹൈഡ്രജൻ. ഇത് ബോണ്ട് പെയർ ആണ്. ആൻഡ് ഇത് ലോൺ പെയർ ആണ്. ടോട്ടലി 4 പെയർ ആണ്. 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താ വരിക? 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരിക എഗെയിൻ SP3. 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3 ആണ് ഷേപ്പ് വരിക. ഷേപ്പ് എന്താണ് വരിക? ഷേപ്പ് വരുന്നത് 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നാൽ ഷേപ്പ് വരുന്നത് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് ആണെന്ന് അറിയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷനും VSEPR തിയറിയും കഴിഞ്ഞു. ഇനി അതിലെ കോൺസെപ്റ്റ് എന്താ? മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ ആണ്. നോക്കാം. ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ എങ്ങനെയാന്ന് നോക്കൂ. ഇപ്പൊ നമ്മളുടെ ബെർലിയത്തിന്റെ ബോണ്ട്, ബെർലിയം BE2ന്റെ ബോണ്ട് ഓർഡർ കാണാൻ പറയാം. ഇപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് 8 ഇലക്ട്രോൺസ് വരെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ 8 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഷോർട്ട് കട്ട് കാണിച്ചു തരും.
8 ഇലക്ട്രോൺ വരെ നമ്മൾ ഈ മെത്തേഡ് 8 ഇലക്ട്രോൺ കഴിഞ്ഞാലോ, അതായത് ഒരു മോളിക്യൂളിൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകളാണെങ്കിൽ പിന്നെ ഷോർട്ട് കട്ട് മതി, പിന്നെ ബോണ്ടോടെ കാൽക്കുലേറ്റ് ഷോർട്ട് കട്ട് മതി. 8 ഇലക്ട്രോൺ വരെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ബെർലിയം മോളിക്യൂൾ 8 ഇലക്ട്രോൺസ് ആ. ബെർലിയത്തിൽ അറ്റോമിക് നമ്പർ 4 ആണ്. ഒരു ബെർലിയത്തിൽ 4 ഇലക്ട്രോൺ, 2 ബെർലിയത്തിൽ 8 ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 8 ആണ്. 8. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂല. സിഗ്മ 1s 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 1s 2 ഇലക്ട്രോൺ, സിഗ്മ 2s 2 ഇലക്ട്രോൺ, സിഗ്മ സ്റ്റാർ 2s 2 ഇലക്ട്രോൺ. ടോട്ടൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ ആയി. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഈസിക്കൽ ടു ½ × NB - NA. NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലിലെ എണ്ണം 2, സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽ 4, സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇനി NA എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ള ഓർബിറ്റൽ ഇലക്ട്രോൺ എണ്ണം, സ്റ്റാറിലെ ഓർബിറ്റൽ 2, 2, 4 ഇലക്ട്രോൺ വീണ്ടും ഉണ്ട്. 4 - 4 റെഡിയല്ലേ? സോ ടോട്ടൽ ½ × 0. ബോണ്ട് ഓർഡർ ഈസിക്കൽ 0. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ 8 ഇലക്ട്രോൺ വരെയുള്ള മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ കാണാനുള്ള മെത്തേഡാ. പക്ഷെ 8ൽ കൂടുതൽ ഇലക്ട്രോൺ ആയാൽ ഭയങ്കര കോൺസെപ്റ്റ് ടഫാ. അത് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. എങ്ങനെയാ നോക്കാം. ഓക്കെ, ഒരു മോളിക്യൂളിൽ 8ൽ കൂടുതൽ ഇലക്ട്രോൺ O2 എന്ന് പറയുന്ന മോളിക്യൂളിൽ 16 ഇലക്ട്രോൺ ഉണ്ട്. 8ൽ കൂടുതൽ ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ വരെയാണ് നേരത്തെ മെത്തേഡ്. 8ൽ കൂടുതലാണെങ്കിൽ ഷോർട്ട് കട്ട് നോക്കിട്ടോ. 8ൽ കൂടുതൽ ഇലക്ട്രോൺ വന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ് ചെയ്യാം. അപ്പൊ ആദ്യ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ടോട്ടൽ ഇലക്ട്രോൺ -8 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ എത്ര എന്ന് പറഞ്ഞാൽ 16. 8 മൈനസ് ചെയ്തു, ബാക്കി എത്ര കിട്ടി? 8 കിട്ടി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ്, എത്രയായാലും ടോട്ടൽ എത്ര മൈനസ് ചെയ്യുക? 8 മൈനസ് ചെയ്യുക. സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ് 2 പാർട്ടാക്കി മാറ്റുക എന്നതാ. ബാക്കി വരുന്ന ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റുക. ഈ 8 ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റുക. പാർട്ട് 1 ഇവിടെ എഴുതുക, പാർട്ട് 2 ഇവിടെ എഴുതുക. പാർട്ട് 1ൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺ 6. അപ്പൊ പാർട്ട് 1ൽ 6 ഇലക്ട്രോൺ, ബാക്കി വരുന്നത് പാർട്ട് 2ലേക്ക് കൊടുക്കുക 2. എന്താ പറയുക? ബാക്കി വരുന്ന 8 ഇലക്ട്രോണിനെ 2 പാർട്ടാക്കി മാറ്റുക. പാർട്ട് 1ൽ മാക്സിമം ഇലക്ട്രോൺ 6, ബാക്കി വരുന്ന ഇലക്ട്രോൺ പാർട്ട് 2ലേക്ക് കൊടുക്കുക. ബോണ്ട് ഓർഡർ കാണുക എന്ന് പറഞ്ഞാൽ പാർട്ട് 1 6 മൈനസ് പാർട്ട് 2 2 ഡിവൈഡ് ബൈ 2. അപ്പൊ 4/2 എത്രയാ? 2. ഈസി അല്ലേ? അടുത്ത് നോക്കിക്കോ. ഇതാ N2ന്റെ ബോണ്ട് ഓർഡർ കാണുമ്പോൾ N2ന്റെ O2ന്റെ കണ്ട N2ൽ 14 ഇലക്ട്രോൺ, 14 ഇലക്ട്രോൺ. 14 ടോട്ടൽ ഇലക്ട്രോൺ 8 മൈനസ് ചെയ്യുക. 14 8 മൈനസ് എത്ര കിട്ടി? 6 കിട്ടി. ശരിയല്ലേ? ഈ 6 2 പാർട്ടാക്കി മാറ്റണം. 6നെ 2 പാർട്ടാക്കി മാറ്റണം. ഫസ്റ്റ് പാർട്ടിൽ 6 പോവുക, സെക്കൻഡ് പാർട്ടിൽ ബാക്കി ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുക. ബാക്കിയില്ല, 0 ആണ്. അവിടെ 6 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. 6 ഇലക്ട്രോണെ 2 പാർട്ടിലാക്കി മാറ്റിയ പാർട്ട് 1ൽ മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും. 6ൽ കൂടുതൽ ഉണ്ടെങ്കിലേ പാർട്ട് 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ബോണ്ട് ഓർഡർ എങ്ങനെയാ കാണുക? പാർട്ട് 1 മൈനസ് പാർട്ട് 2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 6/2 എത്രയാ? 3. ആഹാ, റെഡി അല്ലേ? അങ്ങനെ ബോണ്ട് ഓർഡറും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? VSEPR തിയറി, ഹൈബ്രിഡൈസേഷൻ, ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ. ഇത് മൂന്നും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും ചാനൽ അവൈലബിൾ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് മക്കൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.